നമസ്കാരം. തൃശ്ശൂർ പൂരം ക്ഷേത്രങ്ങളിലൂടെ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തൃശ്ശൂർ പൂരത്തിലെ പ്രധാന പങ്കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ പാറമേക്കാവിലമ്മ തന്നെയാണ് തൃശ്ശൂർ പൂരത്തിലെ പങ്കാളി. പാറമേക്കാവിലമ്മ ആദ്യം കുടിയിരുന്നത് വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്തെ ഇലഞ്ഞിമര ചൂട്ടിലാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ പൂരത്തിലെ പാറമേക്കാവിലമ്മയുടെ പ്രസിദ്ധമായ ഇലഞ്ഞിത്തറമേളം വിശ്വപ്രസിദ്ധി ആർജിച്ചതും. ഇത് തൃശ്ശൂർ പൂരത്തിലെ പ്രധാന പങ്കാളികളിലൊരാളായ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. പാറമേക്കാവ് ഭഗവതി തിരുമാനാംകുന്നിലമ്മയുടെ ചൈതന്യമാണെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രം തേക്കിൻകാട് മൈതാനത്തിന് തൊട്ടുകിഴക്കായാണ് സ്ഥിതി ചെയ്യുന്നത്. കാര്യസിദ്ധി പ്രദായിനിയാണ് ഇവിടുത്തെ ദേവി. പടിഞ്ഞാറോട്ട് അഭിമുഖമായാണ് പാറമേക്കാവ് ദേവിയുടെ പ്രതിഷ്ഠ. പാറമേക്കാവിനെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. അപ്പാട്ടുകുറുപ്പാൾ എന്ന ദേവീഭക്തൻ അങ്ങാടിപ്പുറത്തുള്ള തിരുമാനാംകുന്നിൽ പോയി ദേവിയെ ധ്യാനിച്ച് കാരണവരുടെ വിളിപ്പുറത്ത് എത്തിച്ചുവെന്നാണ് ഐതിഹ്യം. അന്ന് വൃശ്ചികം 1-ാം തീയതിയായിരുന്നു. അപ്പാട്ടുകുറുപ്പാളുടെ തികഞ്ഞ ധ്യാനത്തിൽ സംപ്രീതിയായ ദേവി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവിയുടെ കാൽച്ചിലമ്പൊലി കേട്ട് അപ്പാട്ടുകുറുപ്പാൾ ധ്യാനത്തിൽ നിന്ന് എണീറ്റു. നോക്കുമ്പോൾ അതാ 8 തൃക്കൈകളോടെ, തിരുമാറിൽ തെച്ചിമാലകളോടെ, ചുവന്ന പട്ടുടയാടകളോടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു സാക്ഷാൽ തിരുമാനാംകുന്നിലമ്മ. ഉടനെ അപ്പാട്ടുകുറുപ്പാൾ ദേവിയെ പരമഭക്തിയോടെ തൊഴുതു. ദേവി ഇങ്ങനെ അരുളി ചെയ്തു: ഭക്ത, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. എന്തു വരമാണ് വേണ്ടത്? ഇടറിയ ശബ്ദത്തിൽ അപ്പാട്ടുകുറുപ്പാൾ ഭഗവതിയോട് പറഞ്ഞു. അവിടുത്തെ തിരുവുള്ളമുണ്ടായി അടിയങ്ങളുടെ തട്ടകത്തിൽ കുടിയിരിക്കാൻ ദയവുണ്ടാകണം. അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് ദേവി അപ്രത്യക്ഷയായി. അങ്ങനെ ദേവിയുടെ ചൈതന്യം കുറുപ്പാൾക്കാരനവരുടെ കുടയിൽ കയറി കൂടെ പോന്നു. മടക്കയാത്രയിൽ ക്ഷീണിതനായ കുറുപ്പാൾ വടക്കുന്നാഥന്റെ ശ്രീമൂലസ്ഥാനത്തിനരികെ ഇലഞ്ഞിമരച്ചുവട്ടിൽ ഇരുന്ന് വിശ്രമിച്ചു. അവിടം ദേവിയുടെ ചൈതന്യ പ്രസരണത്തിന് വിധേയമായി. വിശ്രമശേഷം കുട എടുക്കുവാൻ ശ്രമിച്ചപ്പോൾ കുട അവിടെ ഉറച്ചുവത്രേ. കാലാന്തരത്തിൽ ശ്രീ വടക്കുന്നാഥ ക്ഷേത്രം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഭഗവതി പ്രതിഷ്ഠ സമീപത്തെ കാനനച്ചോലയ്ക്ക് അരികിലുള്ള പാറോം മരച്ചുവട്ടിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചുവെന്നും ആ സ്ഥലമാണ് ഇന്നത്തെ പാറമേക്കാവ് ക്ഷേത്രമെന്നും പറയപ്പെടുന്നു. പാറോം മരത്തിൻ്റെ ചുവട്ടിൽ പ്രതിഷ്ഠിച്ചതുകൊണ്ടാകാം കാലാന്തരത്തിൽ ഈ ക്ഷേത്രം പാറമേക്കാവ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. പാറമേക്കാവ് ഭഗവതിയും കുറുപ്പാൾക്കാരനവരുമായുള്ള ബന്ധം കെട്ടുകഥയല്ലെന്ന് തെളിയിക്കാൻ പോരുന്ന ആചാരങ്ങൾ ഇന്നും നിലനിന്നു പോരുന്നു. വേല, പൂരം തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ അതിനുള്ള അനുവാദം നൽകി കുറുപ്പാൾ തറവാട്ടിലെ കാരണവർ ദേവിക്ക് അകമ്പടി സേവിക്കുന്നു. മണ്ഡലപാട്ടുകാലത്തും മകരത്തിലും നടന്നുവരുന്ന പാനപ്പറയാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങ്. ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ദേവി ദാരികവധത്തിന് മുമ്പിലുള്ള കന്യകയായി കരുതപ്പെടുന്നു. സൗമ്യകാളി രൂപത്തിൽ പീഠത്തിൽ ഇരിക്കുന്നതായിട്ടാണ് ഇവിടുത്തെ ദേവീ പ്രതിഷ്ഠ. നാന്തകം, തൃശൂലം, യമദണ്ഡ്, മണിനാഗം, ചിലമ്പ്, ദാരിക ശിരസ്, ഓട്ടുമണി, കൈവട്ടക എന്നിവ 8 തൃക്കൈകളിൽ ധരിച്ചിരിക്കുന്നു. കൂർക്കഞ്ചേരി, വെളിയന്നൂർ, ചെമ്പൂക്കാവ്, കിഴക്കുംപാട്ടുകര എന്നീ ദേശങ്ങൾ അടങ്ങിയതാണ് പാറമേക്കാവ് ദേവിയുടെ തട്ടകം. പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ പരമാധികാരം തട്ടകത്തിലെ ദേശക്കാരുടെ പൊതുയോഗത്തിനാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുറുപ്പാൾ തറവാട്ടിലെ കാരണവർ തിരുമാനാംകുന്ന് ഭഗവതിയെ സ്ഥിരമായി പോയി തൊഴാറുണ്ട്. വാർദ്ധക്യം മൂലം ഒരിക്കൽ അദ്ദേഹം അമ്മയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞു
പ്രാർത്ഥിച്ചു. ഇനി എനിക്ക് ഇവിടെ വരാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് മടങ്ങുമ്പോൾ തിരിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഇളഞ്ഞിച്ചോട്ടിൽ വിശ്രമിച്ചു എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ആ വിശ്രമിച്ച് അദ്ദേഹത്തിൻ്റെ കുട അവിടെ വയ്ക്കുകയും പിന്നെ അദ്ദേഹം വിശ്രമിച്ചതിന് ശേഷം കുട എടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ കുട അവിടെ ഉറച്ചു. പിന്നീട് അത് പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് ഭഗവതിയുടെ ചൈതന്യം ആ കുടയിൽ കൂടി വന്ന് ഇവിടെ ചേർന്നിരിക്കുകയാണ്. അദ്ദേഹം അത് പിന്നെ താന്ത്രിക വിധി പ്രകാരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന പാറമേക്കാവിൽ സ്ഥാപിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം. പൂരത്തിന് കൊടിയേറ്റം സാധാരണ നിലയ്ക്ക് ഉച്ചയ്ക്ക് ഏതാണ്ട് 12 മണിയോട് വലിയ പാണിക്ക് ശേഷം ദേശക്കാരെല്ലാവരും കൗങ്ങൽ ഇവിടുത്തെ ദേശത്തെ തച്ചനായിട്ടുള്ള കുട്ടനാശാരി നിർമ്മിക്കുന്ന കൗങ്ങൽ തീർത്ത കൊടിമരത്തിൽ കൊടി കയറ്റി അത് ദേശക്കാരെല്ലാവരും ചേർന്ന് ഉയർത്തുക എന്നുള്ളതാണ് സാധാരണ. അതിനുശേഷം 5 ആനപ്പുറത്ത് ഭഗവതിയുടെ എഴുന്നള്ളത്തും വടക്കുന്നാഥൻ്റെ ചന്ദ്രപുഷ്കരണിയിൽ ആറാട്ടോടുകൂടി തീർന്ന് തിരിച്ചു വരിക. പിന്നെ അത് കഴിഞ്ഞാൽ സാധാരണ എല്ലാ ദിവസവും പറപ്പുറപ്പാടുണ്ട്. കാലത്തും വൈകിട്ടും എല്ലാ ദേശത്തേക്കും പറ എഴുന്നള്ളി പറ സ്വീകരിക്കുക എന്നുള്ളത് നടക്കാറുണ്ട്. അത് കഴിഞ്ഞ് പൂരത്തിൻ്റെ അന്ന് കാലത്ത് ഏതാണ്ട് 11-11:30 ചെറിയ പാണിക്ക് ശേഷം ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് വിളംബകാലത്തിൽ ചെമ്പടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ഭഗവതിയെ പുറത്ത് എഴുന്നള്ളിക്കുന്ന സമയത്ത് 14 ആനകളും തയ്യാറായി നിന്നതിന് ശേഷമാണ് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുക. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കാഴ്ച വർണ്ണവിസ്മയം നാദവിസ്മയം എന്ന് പറയുന്നത് ഈ വിളംബകാലത്തിൽ ചെമ്പടമേളത്തിൽ ഇവിടെ നടക്കുന്ന എഴുന്നള്ളിപ്പാണ്. അതിനൊപ്പം തന്നെ പാറമേക്കാവ് എല്ലാ കൊല്ലവും ഏതാണ്ട് 10-20-30 കുടകൾ മാറ്റാറുണ്ട്. അപ്പോൾ ഈ ചെമ്പടം അത് കഴിഞ്ഞിട്ടാണ് പാണ്ടിമേളം ഒരമ്പി വടക്കുന്നാഥൻ്റെ കിഴക്കേ ഗോപുരത്തിൽ കൂടി അകത്തേക്ക് കയറി ചരിത്രപ്രസിദ്ധമായ ഇളഞ്ഞിത്തറ മേളം നടക്കുക. ഏതാണ്ട് 2:30 മണിക്ക് ഇളഞ്ഞിച്ചോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ 4:30 മണി വരെ ഇളഞ്ഞിത്തറ മേളം നടക്കും. വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് അകത്ത് പാണ്ടി കൊട്ടുന്നത്. ആ വിശേഷതയും ഈ മേളത്തിനുണ്ട്. അതിനുശേഷം വടക്കുന്നാഥനെ വലം വെച്ചതിന് ശേഷം തെക്കേ ഗോപുരത്തിൽ കൂടി ഇറങ്ങി തെക്കോട്ട് ഇറങ്ങിയതിന് ശേഷം വടക്കോട്ട് തിരിഞ്ഞ് നിൽക്കുന്നതോട് കൂടിയിട്ട് തിരുവമ്പാടി 15 ആനപ്പുറത്ത് തിരുവമ്പാടി ഭഗവതി എഴുന്നള്ളി വരും. മുഖാമുഖം നിന്നുകൊണ്ട് വിശ്വപ്രസിദ്ധമായിട്ടുള്ള കുടമാറ്റം അപ്പോഴാണ് നടക്കുക. ഇരു ദിവസങ്ങൾ ഏതാണ്ട് 50-60 സെറ്റ് കുടകൾ മാറ്റും. പിന്നെ മടങ്ങി എഴുന്നള്ളി ക്ഷേത്രത്തിലേക്ക് വന്നതിന് ശേഷം ഇറക്കി വെച്ച് ഭഗവതിയുടെ തിടമ്പിറക്കി പിന്നീട് ഏതാണ്ട് 10-11 മണിയോടുകൂടി വീണ്ടും പഞ്ചവാദ്യത്തിൻ്റെ 7 ആനപ്പുറത്ത് പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളി വടക്കുന്നാഥൻ്റെ വലിയ പ്രദക്ഷിണ വഴിയിൽ കൂടി മണികണ്ഠനാലിൽ പന്തലിൽ ഏതാണ്ട് 2-2:30 എത്തുകയും പിന്നീടാണ് നമ്മുടെ വെടിക്കെട്ട് നടക്കുക. ഏതാണ്ട് 3:30-4 മണിയോടുകൂടി വെടിക്കെട്ട് നടക്കും. ആ വെടിക്കെട്ട് അവസാനിച്ചതിന് ശേഷം 7-7:30 കാലത്ത് അവിടുന്ന് കുഴൽപ്പെറ്റ് കൊമ്പുപെറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി 15 ആനപ്പുറത്ത് ശ്രീമൂലസ്ഥാനം എത്തുന്നവരെ എഴുന്നള്ളിപ്പുണ്ടാകുന്നതാണ്. അത് കഴിഞ്ഞ് ഉപചാരം ചൊല്ലി പിരിഞ്ഞതിന് ശേഷം വെടിക്കെട്ടും പകൽ വെടിക്കെട്ടും നടക്കും. അത് കഴിഞ്ഞാൽ വൈകുന്നേരം ഇവിടുന്ന് എഴുന്നള്ളിച്ച് നമ്മുടെ ബ്രഹ്മസം മഠത്തിൽ ഇരുഭഗവതികളും ഒരുമിച്ച് ആറാടിയതിന് ശേഷം തിരിച്ച് പാറമേക്കാവിലേക്ക് വരുമ്പോൾ പഞ്ചവായത്തിൻ്റെ അകമ്പടിയോട് വന്ന് പിന്നെ പാണ്ടി കൊട്ടി ത്രിപട കെട്ടി ഉള്ളിൽ പോയി മേളത്തിൻ്റെ അകമ്പടിയോടുകൂടി 7 പ്രദക്ഷിണത്തിന് ശേഷം ആന വന്നിട്ട് തള്ളി അങ്ങനെയാണ് കൊടിയിറക്ക് നടത്തുക. പാറമേക്കാവിലെ മേലേക്കാവ് ഭഗവതിയെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പാറമേക്കാവിലമ്മ കുടിയിരിക്കുന്ന ഈ സ്ഥലം പണ്ട് കൊടും കാടായിരുന്നുവത്രേ. ഒരിക്കലൊരു വേടൻ വേട്ടയ്ക്കായി വനാന്തർ ഭാഗത്തെത്തി. നീർച്ചോലയിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാൻകിടാവിനെ അദ്ദേഹം ഇരയായി ലക്ഷ്യമിട്ടു. എന്നാൽ വേടനെ കണ്ട മാൻ സമീപത്തെ വലിയ ചിതൽപുറ്റിന് പിന്നിൽ പതുങ്ങി നിന്നു.
ഇത് കണ്ട വേടൻ പുറ്റിനെ പിളർന്ന് ലക്ഷ്യത്തിലെത്താൻ പോന്ന അമ്പ് തൊടുത്തു. പുറ്റ് പിളർന്നു. എന്നാൽ മാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. ആ സമയം വേടൻ കണ്ടു, പുറ്റിനകത്ത് നിന്നും വലിയൊരു സർപ്പം പുറത്തു വരുന്നു. സ്വർണവർണ്ണത്തിലുള്ള സർപ്പത്താൻ പത്തി വിടർത്തിയപ്പോൾ ഒരു മുറത്തിന്റെ വലിപ്പമുണ്ട്. ഇത്രയും വലിപ്പമുള്ള നാഗത്താൻ തനിക്ക് മുമ്പേ പാഞ്ഞെടുക്കുമെന്ന ഭയത്താൽ വേടൻ അതിനു മുമ്പേ പാമ്പിന്റെ കഥ കഴിക്കണമെന്ന് നനച്ച് അമ്പ് തൊടുക്കാനൊരുങ്ങി. എന്നാൽ പുറകിൽ നിന്ന് ഒരു സന്യാസി വേടനെ വിലക്കി. അരുത്, അത് സർപ്പരാജൻ വാസുകിയാണ്. നിങ്ങളെ ആ സർപ്പം ഉപദ്രവിക്കില്ല എന്ന് ചിരിച്ചുകൊണ്ട് സന്യാസി വേടനോട് പറഞ്ഞു. ആ സർപ്പം അകലേക്ക് ഇഴഞ്ഞുപോയി. അപ്പോഴാണ് അയാൾ ശ്രദ്ധിച്ചത്, അമ്പേറ്റ് പിളർന്ന ആ പുറ്റിൽ നിന്ന് വെള്ളം വാർന്നു വീഴുന്നു. ഇത് കണ്ട് വേടൻ അമ്പരന്നു. അപ്പോൾ സന്യാസി പറഞ്ഞു, ഇവിടെ ദേവീ ചൈതന്യം കുടിയിരിപ്പുണ്ട്. എന്നിട്ട് സന്യാസി പുറ്റിൽ ഒന്ന് തട്ടി. അപ്പോൾ അത് ഇടിഞ്ഞു വീണു. ആ അവശിഷ്ടത്തിൽ നിന്ന് സന്യാസി ഒരു കൃഷ്ണശില കണ്ടെടുത്തു. അവിടെ തറമെനഞ്ഞ് ശില പ്രതിഷ്ഠിച്ചു. എന്നിട്ട് അദ്ദേഹം ദിവ്യശക്തിയാൽ തെച്ചുമാലയെടുത്ത് ചാർത്തുകയും ചെയ്തു അത്രേ. കാലാന്തരത്തിൽ ശ്രീശങ്കരനാണ് പുനഃപ്രതിഷ്ഠ നടത്തിയതെന്ന് പറയപ്പെടുന്നു. പിൽക്കാലത്ത് ഇവിടം മേൽക്കാവിലമ്മയെന്ന് പെരുമയേറ്റു. ഗുരുതിയും പൂമൂടലും മുട്ടിറക്കലുമാണ് മേലേക്കാവിലമ്മയുടെ പ്രധാന വഴിപാടുകൾ. മേലേക്കാവ് ഭഗവതി കൂടാതെ ബ്രഹ്മരക്ഷസിന്റെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിലുണ്ട്. കേരളത്തിൽ തന്നെ വേറെ മറ്റുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിലുണ്ടോ എന്ന് പോലും സംശയമാണ്. ഉത്സവവും വേലയും പൂരവും നടത്തുന്ന ഒരു ഭഗവതി ക്ഷേത്രം ഉണ്ടോ എന്നുള്ളത് പോലും സംശയമാണ്. ഇത് മൂന്നും വളരെ ഭംഗിയായി നടത്തുന്ന ഒരു ക്ഷേത്രമാണ് പാറമേക്കാവ്. ഇത് ഒരു 3-4 വർഷം മുന്നേ വരെ വേലയും പൂരവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സ്വർണ്ണധ്വജം അവിടെ സ്ഥാപിച്ചതിന് ശേഷമാണ് ഇവിടെ മറ്റേ ഉത്സവം 8-9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം പാറമേക്കാവിലുള്ളത്. പിന്നെ പാറമേക്കാവ് എന്ന് പറയുന്ന ഈ ഉത്സവം എന്ന് പറയുന്ന 8-9 ദിവസങ്ങളിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു ഉത്സവമാണ്. ഓരോ ദിവസവും അതിന് ഓരോ ചടങ്ങുകളുണ്ട്. പ്രധാനമായിട്ടുള്ള ചടങ്ങെന്ന് പറയുന്നത് ഈ മേളങ്ങളുടെ എല്ലാതരം മേളങ്ങളും രാവിലെ ഇവിടെ പ്രസിദ്ധരായിട്ടുള്ള പ്രമാണിമാരുടെ നേതൃത്വത്തിൽ എല്ലാ മേളങ്ങളും അവിടെ അരങ്ങേറാറുണ്ട്. അതാണ് ഉത്സവത്തിൻ്റെ പ്രധാനം. അതുകൂടാതെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെ എല്ലാ തരത്തിലുള്ള കൊമ്പുപറ്റുണ്ട്, കുഴൽപ്പറ്റുണ്ട്. അത് കഴിഞ്ഞ് എല്ലാ ദിവസവും കേളിയുണ്ട്. അത് കഴിഞ്ഞ് ഈ മറ്റേ ഉത്സവബലി എന്ന് പറയുന്നത് വളരെ നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണ്. രാവിലെ ഒരു 8 മണിയോട് തുടങ്ങി 10 നാഴിക നേരം, ഏകദേശം ഒരു 12-12:15 മണി വരെ 10 നാഴിക പഞ്ചാരിമേളമുണ്ട്. അതായത് 4 മണിക്കൂർ 4-4.25 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന പഞ്ചാരിമേളമുണ്ട്. അത് പള്ളിവേട്ട ദിവസമാണ്. അതിവിടെ ഈ സ്വർണ്ണധ്വജം സ്ഥാപിച്ചതിന് ശേഷം ഉണ്ട്. പിന്നെ അത് പള്ളിവേട്ടയുണ്ട്, ആറാട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഭഗവതിയാണ് പ്രധാന പ്രതിഷ്ഠ എന്നുണ്ടെങ്കിലും ഇവിടെ മേക്കാവിലെ ഒരു ഭഗവതിയുടെ സങ്കല്പമുണ്ട്. അവിടെ എന്ന് പറയുന്നത് അതിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് അവരുടെ വിഷമങ്ങളും ഇതെല്ലാം അവിടെ ഭഗവതിയുടെ മുന്നിൽ അത് മുട്ടുരൂപേണയാണ് അത് പ്രാർത്ഥിച്ച് അത് നാളികേരം നമ്മുടെ കാടാമ്പുഴയുള്ള പോലെ തന്നെ നാളികേരം കൊണ്ടുവന്ന് മുട്ട ഇറക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഒരു ദിവസം ശരാശരി ഒരു 1000 മുട്ടയെങ്കിലും ഇവിടെ ഇറക്കുന്നുണ്ട്. അതുകൂടാതെ ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠയുണ്ട്. പിന്നെ ഗണപതിയുടെ സങ്കല്പം നമ്മുടെ ഭഗവതിയുടെ നേരെ പുറകിലുണ്ട്. ഇതൊക്കെയാണ് ഇവിടെയുള്ള പ്രധാന പ്രതിഷ്ഠകൾ. ഈ ബ്രഹ്മരക്ഷസിനെ നമ്മൾ ദിവസവും ഇവിടെ പൂജ ചെയ്യുന്നുണ്ട്. വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു പ്രതിഷ്ഠയാണ് ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൊല്ലത്തിലൊരിക്കൽ ഇവിടെ ഇതിൻ്റെ പ്രതിഷ്ഠാദിനം ഭഗവതിയുടെ ഉണ്ട്. അതുപോലെ മേക്കാവിലെ ഭഗവതിയുടെ ഉണ്ട്. വളരെ വിപുലമായ രീതിയിൽ നമ്മളത് നടത്തുന്നുണ്ട്. ഈ വർഷം ഏപ്രിൽ മാസത്തിൽ ആയിരുന്നു ഭഗവതിയുടെ പ്രതിഷ്ഠാദിനം. അത് വളരെയധികം 10-15,000 ആൾക്കാർക്ക് നമ്മൾ വിപുല സമൃദ്ധമായിട്ടുള്ള നമ്മളൊരു സദ്യ ഭഗവതിയുടെ പ്രതിഷ്ഠയ്ക്ക് നമ്മളെല്ലാവർക്കും നൽകുകയുണ്ടായി. ഇതാണ് പാറമേക്കാവ് ക്ഷേത്രത്തിലെ പ്രധാനമായിട്ടുള്ള വഴിപാടുകളും പ്രധാനമായിട്ടുള്ള പ്രതിഷ്ഠകളും. പാറമേക്കാവ് ഭഗവതിയുടെ പൂരത്തിലെ പ്രധാനം ഇലഞ്ഞിത്തറ മേളമാണ്. പാറമേക്കാവിൻ്റെ പ്രസിദ്ധമായ പാണ്ടിമേളം ഭൂരിഭാഗം സമയവും ഇരമ്പി തകർക്കുന്നത് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ
ഇലഞ്ഞിമര ചുവട്ടിലാണ്. അതുകൊണ്ട് തന്നെയാണ് അതിഗംഭീരമായ പാണ്ടിമേളത്തിന് ഇലഞ്ഞിത്തറ മേളമെന്ന പേര് ലഭിച്ചത്. പാറമേക്കാവിലമ്മ ആദ്യം വടക്കുന്നാഥന്റെ ക്ഷേത്രവളപ്പിലുള്ള ഇലഞ്ഞിമര ചുവട്ടിലായിരുന്നു കുടിയിരുന്നത് എന്ന ഐതിഹ്യത്തെ ഇത് സാധൂകരിക്കുന്നു. പാറമേക്കാവ് ക്ഷേത്രത്തിൽ സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുമ്പോൾ ദേവി ആദ്യം കുടിയിരുന്ന ഇലഞ്ഞിമരത്തെ ലക്ഷ്യമാക്കി ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് വിളക്ക് കൊളുത്തിക്കാണിക്കുന്ന ആചാരം ഇപ്പോഴും തുടർന്നു വരുന്നു. മേളങ്ങളുടെ മേളമെന്നാണ് ഇലഞ്ഞിത്തറ മേളം അറിയപ്പെടുന്നത്. അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ചെമ്പടമേളമെന്ന ആമുഖവാദനത്തോടെയാണ് പാണ്ടിമേളം ആരംഭിക്കുക. ഇത് പാറമേക്കാവിന്റെ ക്ഷേത്രമതിലകത്ത് നിന്ന് ആരംഭിച്ച് പുറത്ത് സമാപിക്കും. തുടർന്ന് 15 ഗജവീരന്മാരെ അണിനിരത്തും. അവിടെ നിന്നാണ് പാണ്ടിമേളം ആരംഭിക്കുക. പാണ്ടിമേളം തുടങ്ങുന്നത് ചെമ്പട അവസാനിക്കുമ്പോഴാണ്. പാണ്ടിമേളത്തിന്റെ അടിസ്ഥാന താളം ത്രിപുടയാണ്. കൊട്ടിന്റെ ഒരു കണക്കും അറിയാത്തവർ പോലും ഇലഞ്ഞിത്തറ മേളം കേട്ടാൽ കേട്ട് നിന്നു പോകും. അത്ര ലഹരിയാണ് ഇലഞ്ഞിത്തറ മേളത്തിന്. പാറമേക്കാവിന്റെ എഴുന്നള്ളിപ്പ് വടക്കുന്നാഥ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തെ ഇലഞ്ഞിമര ചുവട്ടിലെത്തുമ്പോൾ പാണ്ടിമേളത്തിന്റെ മുഴുവൻ സൗന്ദര്യവും പുറത്തു വരുന്നു. ഇതാണ് പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളം. 300-ൽ പരം കലാകാരന്മാർ ഒരേ മനസ്സോടെ ഒരേ താളത്തിൽ കൊട്ടിക്കയറുമ്പോൾ മേളപ്രേമികളുടെ ആവേശം വാനോളമുയരും. സൂചികുത്താനിടമില്ലാത്ത വിധം ജനം തിങ്ങി നിറയും. ഈ ഇലഞ്ഞിത്തറ മേളം കഴിഞ്ഞാണ് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ മത്സരിച്ചുള്ള കുടമാറ്റം നടക്കുക. 1988 മാർച്ച് മാസത്തിൽ നടത്തിയ അഷ്ടമംഗല്യ പ്രശ്നത്തിൽ ദേവിയുടെ ബിംബചൈതന്യം ക്ഷയിച്ചുവെന്ന് കണ്ടെത്തി. തുടർന്ന് 1997 ജൂൺ മാസത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തി നവീകരണ കലശവും നടന്നു. നവരാത്രി കളം വരച്ച മണ്ഡലം പാട്ടും വേലയും മീനമാസത്തിലെ അത്തനാളിലെ പ്രതിഷ്ഠാദിനം എന്നിവയാണ് വിശേഷ ദിവസങ്ങൾ. പാറമേക്കാവ് ഭഗവതി എന്ന് പറഞ്ഞ തിരുമണ്ടാങ്കുന്ന് ഭഗവതി അവിടെ നിന്ന് വന്നതാണ്. ക്ഷേത്ര ഊരാളിൻ്റെ കൂടപ്പുറത്ത് വന്നു എന്നാണ് പറയുന്നത്. വടക്കുന്നാഥനിലെ ഇലഞ്ഞിത്തറ ചോട്ടിലിരുന്നു. അവിടെ നിന്ന് മാറ്റി ഇവിടേക്ക് പാറമേക്കാവിലേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പ്രതിഷ്ഠ നടത്തി. ദാരുബിംബാണ്. പ്ലാവിൻ്റെ തടിയിൽ തീർത്തിട്ടുള്ള ദാരുബിംബം 8 കൈകളോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. 16 കൈകളാണ് ശരിക്കുള്ള രൂപം. ഭഗവതിയുടെ രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ 16 തിരുബാഹുക്കളോട് കൂടിയിട്ടുള്ളതാണ്. 8 കൈയോട് കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഭഗവതിയുടെ രൂപം. ചടങ്ങുകൾ കാലത്ത് നട തുറന്നു കഴിഞ്ഞാൽ അഭിഷേകം, മലർ നിവേദ്യം, അലങ്കാരങ്ങൾ, ഭഗവതിക്കുള്ള അലങ്കാരങ്ങളൊക്കെ തീർക്കുക. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലർ നിവേദ്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്ത് ഗണപതി ഹോമം കഴിയും. അതൊരു 5-6 മണിക്കുള്ളിൽ ഗണപതി ഹോമം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഉഷപൂജയായി. ഒരു 6:30 ഉഷപൂജയ്ക്കായി. ഉഷപൂജ കഴിഞ്ഞോട് കൂടിയിട്ട് തന്നെ ശിവേലി ഇപ്പോൾ കൊടിമരം വന്നു. ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവരും ഭക്തജനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഭഗവതിക്ക് കൊടിമരം വന്നു. അതിൽ ഉത്സവവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ശിവേലി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ 7:15 കൂടിയിട്ട് ശിവേലി നടക്കും. ശിവേലി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 9 മണിയോട് കൂടിയിട്ട് നവകം നിറയ്ക്കുക. അത് കഴിഞ്ഞ് ഒരു 10 മണിയോട് കൂടിയിട്ട് നവകം ആടിലായി. ദിവസവും നവകമുണ്ട്. ആ നവകം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആടിലും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉച്ചപൂജ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ശിവേലിക്ക് എഴുന്നള്ളിച്ചു. ഒരു 10:45 കൂടിയിട്ട് ശിവേലിക്ക് എഴുന്നള്ളിക്കും. 11 മണിയോട് കൂടിയിട്ട് നട അടയ്ക്കും. വൈകുന്നേരം 5 മണിക്ക് നട തുറക്കും. അതിന് ശേഷം സന്ധ്യയ്ക്ക് ദീപാരാധന. അതിന് കഴിഞ്ഞാൽ സന്ധ്യാവന്ദനം കഴിയും. അതോടുകൂടി സന്ധ്യാവന്ദനം കഴിഞ്ഞോട് നേദ്യം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേദ്യം കഴിഞ്ഞതിനോട് കൂടിയിട്ട് ചുറ്റുവിളക്കുണ്ട്. എല്ലാ ദിവസവും ഭക്തരുടെ വക ഓരോരുത്തരുടെ വക വഴിപാടായിട്ട് ചുറ്റുവിളക്കുണ്ട്. അതിന് കോമരം നിയോഗം വേണം. അത് ഉള്ളിന്ന് പ്രദക്ഷിണമായിട്ട് നിയോഗത്തോട് വന്ന് ഉള്ളിലൊരു പ്രദക്ഷിണം കഴിഞ്ഞ് പുറത്തൊരു പ്രദക്ഷിണം കഴിഞ്ഞ് വടക്കും വാതിൽക്കര അരിയത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഈ വഴിപാട് നടത്തുന്ന ആൾക്ക് കൽപ്പന പറയുക. എല്ലാവർക്കും അരിയറൊക്കെ കഴിഞ്ഞ് കൽപ്പന പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഉള്ളിലേക്ക് നിയോഗം അത് കഴിഞ്ഞ് കഴിയണു. അതോടുകൂടിയിട്ട് അന്ന് അത്താഴപൂജ കഴിയും. അത്താഴപൂജയ്ക്ക് നടടയ്ക്കും. അത്താഴപൂജയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതോടുകൂടി നടടച്ച് 8 മണിയോട് കൂടിയിട്ട് നടടയ്ക്കും. അടുത്തിടെ ക്ഷേത്രത്തിൽ സ്വർണ്ണക്കൊടിമരവും സ്ഥാപിച്ചു. ഇതോടെ നിത്യശിവേലിയുള്ള ക്ഷേത്രമായി പാറമേക്കാവ് ക്ഷേത്രം മാറി. പൂരം, വേല, ഉത്സവം എന്നിവ കൊണ്ടാടുന്ന അപൂർവം ദേവീക്ഷേത്രങ്ങളിലൊന്നായി ഈ ക്ഷേത്രം ഇന്ന് മാറി. പുലിയന്നൂർ മനക്കാർക്കാണ് പാറമേക്കാവിന്റെ തന്ത്രിസ്ഥാനം. പാറമേക്കാവിലെ നടപ്പുര ഏറെ മനോഹരമാണ്. അമ്പലത്തിന് ഇരുവശത്തുമായി അനന്തശയനവും മഹാഭാരത തേരോട്ടവും ആലേഖനം ചെയ്തിട്ടുണ്ട്. കൂടാതെ വിവിധ ദേവീദേവന്മാരുടെ ഫോട്ടോകളും ഏറെ ആകർഷകമാണ്. കേരളീയ വാസ്തുശില്പകലയുടെ മനോഹാരിത ഒട്ടും ചോരാത്ത ഗോപുരങ്ങൾ
പാറമേക്കാവിന്റെ പ്രത്യേകതയാണ്. ഈ ക്ഷേത്രത്തിൽ പത്മനാഭൻ, ദേവിദാസൻ, അയ്യപ്പൻ, കാശിനാഥൻ എന്നീ കൊമ്പന്മാർ സ്വന്തമായുണ്ട്. പത്മനാഭനാണ് തൃശൂർ പൂരത്തിന് പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റാനുള്ള ചുമതല. പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൂരപ്പിറ്റേന്ന് നടക്കുന്ന പൂരക്കഞ്ഞി വിതരണത്തിൽ നിരവധി ഭക്തരാണ് പങ്കെടുക്കാറുള്ളത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. തൃശ്ശൂർ പൂരത്തോളം തന്നെ പ്രശസ്തി ഈ ക്ഷേത്രത്തിനുമുണ്ട്. ഇവിടെ സ്വർണ്ണക്കൊടിമരം കൂടി സ്ഥാപിച്ചതോടെ വേല ഉത്സവം, പൂരം കൊണ്ടാടുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നായി പാറമേക്കാവ് ദേവീക്ഷേത്രം ഇന്ന് മാറിക്കഴിഞ്ഞു. ഇതോടെ തൃശ്ശൂർ പൂരം ക്ഷേത്രങ്ങളിലൂടെ എന്ന പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം. തൃശൂർ പൂരം ക്ഷേത്രങ്ങളിലൂടെ നിങ്ങൾക്കായി സമർപ്പിച്ചത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.